ഇന്ന് നമുക്കിപ്പം അതിഥിയായുള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് VT ബൽറാമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിന്റെ വേദിയിലേക്ക്. ശ്രീ VT ബൽറാം, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരി, ശ്രീ VT ബൽറാം, ഇപ്പോൾ ഈ വല്ലാത്തൊരു പലതരത്തിലുള്ള ഈ വാക്പോരും വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് കോൺഗ്രസ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ പ്രതിപക്ഷ നേതാവും അതേപോലെ പാർട്ടിയും ഒക്കെ SFI ഗുണ്ടാ പാർട്ടി എന്നും അതേപോലെ SFIയുടെ സമരങ്ങളെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുമ്പോഴാണ് PJ കുര്യൻ യുവത്വമുള്ള ഒരു ജനത എന്നുള്ള രീതിയിൽ SFIയെ പുകഴ്ത്തുന്നതും പിന്നീട് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് PJ കുര്യന് KSUവിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഒരു ക്ഷണക്കത്ത് അയച്ചിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന മാർച്ച് നേരിട്ട് വന്ന് കാണാൻ. എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിലുള്ള പ്രതികരണം? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലുള്ള ഒരാള് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും വലിയ രീതിയിലുള്ള സമരങ്ങളിൽ, പോരാട്ടങ്ങളിൽ, തെരുവുകളിലാണ്. മഹിളാ കോൺഗ്രസ് പോലും നിരവധിയായിട്ടുള്ള അത്തരത്തിലുള്ള സമരങ്ങൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിലൊക്കെ നല്ല പങ്കാളിത്തമുണ്ട്. നല്ല ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ചെറുപ്പക്കാർ ആ സമരമുഖങ്ങളിൽ പോരാടുന്നത്. പോലീസിന്റെ അതിഭീകരമായിട്ടുള്ള അതിക്രമമാണ് അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണുന്നത് ഈ പോലീസിന് ഇതുപോലുള്ള സമരങ്ങളിൽ ഫോഴ്സ് ഉപയോഗിക്കാനുള്ള അവകാശം ആ ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പിണറായി വിജയന്റെ പോലീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്യുന്ന പിള്ളേരുടെ തലക്കടിക്കുക, അവരെ മനഃപൂർവ്വം മർദ്ദിക്കുക, ആ നിലയിൽ ഭാവിയിൽ പോലും അവർക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു വാശിയോടുകൂടി എടുക്കുന്ന തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങളാണ് ഈ സമരങ്ങൾക്കൊക്കെ നേരെ ഉണ്ടാകുന്നത്. അതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്ന വളരെ സാഹസികരായിട്ടുള്ള ധീരോദാത്തമായിട്ട് മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരുടെ ആത്മവീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരിക്കലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം തെറ്റിദ്ധാരണ കൊണ്ടാണ് അത് പറഞ്ഞത് എങ്കിൽ അദ്ദേഹത്തിന് തിരുത്താൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന സമരമുഖങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാനുള്ള അവസരമുണ്ട്. ഏതായാലും അദ്ദേഹം ആ തെറ്റിദ്ധാരണ തിരുത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രീ VT ബൽറാം, ഇനി CV ബാലചന്ദ്രൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരികയാണ്. ഇപ്പോൾ VT ബൽറാം, തങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ്. ഇപ്പോൾ നൂലിൽ കെട്ടിയ നേതാവാണ് VT ബൽറാം. അതേപോലെ തന്നെ അങ്ങനെ പല വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനെ ആദ്യം താങ്കൾ തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിലും പിന്നീട് വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു. ഈ തൃത്താല കോൺഗ്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ശ്രീ VT ബൽറാം? എന്തുകൊണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക? കോൺഗ്രസിനകത്ത് ഏതെങ്കിലും സഹപ്രവർത്തകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണല്ലോ. നിങ്ങൾ ചാനലുകളിലൂടെ പ്രതികരണം നടത്തേണ്ട ഒരു വിഷയമായിട്ട് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു വാക്കുപോലും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ശരി, നിലപാട് വ്യക്തമാണ്. ശ്രീ VT ബൽറാം, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ CV ബാലചന്ദ്രൻ, ഇപ്പോൾ അത് നമുക്ക് വിടാം. അങ്ങനെയാണെങ്കിൽ PJ കുര്യൻ, അതേപോലെ ശശി തരൂർ, ഇങ്ങനെ ഈ കുറച്ച് മുതിർന്ന നേതാക്കൾ നിരന്തരമായിട്ടും പാർട്ടിക്കുള്ളിൽ ഈ പാർട്ടി നിലപാടിന് വ്യത്യസ്തമായ രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ 2-3 മാസമേ ഉള്ളൂ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് UDFന്റെ എക്കാലത്തെയും ലക്ഷ്യം. മാത്രമല്ല, ഇപ്പോൾ നിലമ്പൂരിൽ ഒരു വലിയ വിജയമൊക്കെ നേടി അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള നേതാക്കൾ, അത് മുതിർന്ന നേതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അവരുടെ ലേഖനങ്ങളും ഒക്കെ പാർട്ടിയുടെ മനോവീര്യത്തെ തകർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗം ശരിയാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വലിയ ഒരു ആവേശം കോൺഗ്രസ് UDF അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ ജയിച്ചത്. അതിനുശേഷം പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് നേടാൻ സാധിച്ചു. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഷാഫി പറമ്പലിന് കിട്ടിയതിന്റെ ഏതാണ്ട് 5 ഇരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചു. ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം 4-1 ചുരുക്കാൻ സാധിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു UDFന്റെ. പക്ഷേ നിലമ്പൂർ എന്ന് പറയുന്നത് LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ്. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന അതികായനായിട്ടുള്ള നേതാവ് പോലും കഷ്ടിച്ച് ഒരു തവണ വിജയിച്ച ഒരു മണ്ഡലത്തിൽ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDFന് വിജയിക്കാൻ സാധിച്ചു. അതോടൊപ്പം അൻവർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വിമർശകന് ലഭിച്ച വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൽ ഒഴുകിയെത്തിയത് ഏതാണ്ട് 30,000 വോട്ടുകളോളമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്ര വലിയ ഒരു UDFന്റെ കുതിച്ച് കയറ്റം ഈ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ട്. ജനങ്ങൾ അത്രത്തോളം ഈ ഭരണത്തെ വെറുത്തിരിക്കുന്നു.
ഇനി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണത്തെ എടുത്ത് അറബിക്കടലിൽ എറിയാൻ ജനങ്ങൾക്ക് ഒരു മടിയുമില്ല. ജനങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ അതാണ് തെളിയിക്കുന്നത്. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ UDF ജയിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, കണ്ണൂർ അടക്കം, കാസർഗോഡ് അടക്കം, വടകര അടക്കം, കോഴിക്കോട് അടക്കം ഇതുപോലെയുള്ള ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയുണ്ട് എന്ന് പറയുന്ന മലബാറിലെ സീറ്റുകളിലൊക്കെ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ആ ഒരു ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തം. അത് എത്ര വലിയ നേതാവായാലും ശരി, എത്ര ചെറിയ പ്രവർത്തകരായാലും ശരി, അവർക്കൊക്കെ ഈ കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ ഒരു മൊറാലിനെ തകർക്കുന്ന തരത്തിൽ, ആളുകളെ ഡീസ്പിരിറ്റഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ആരുടെയും ഭാഗത്ത് ഉണ്ടാവുന്നത് ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ CPM തന്നെ ഇതുവരെ CPM സർക്കാരിനെ വിമർശിച്ചിരുന്ന ആളുകൾ, ഇപ്പൊ സാംസ്കാരിക രംഗത്തൊക്കെ നിന്നുകൊണ്ട് പോലീസിനെയൊക്കെ വിമർശിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പോലീസ് നടപടികൾ വരുമ്പോൾ അതിനെതിരെ വിമർശനം, അപ്പോഴും പൊതിഞ്ഞിട്ടാണ് അവർ വിമർശനമൊക്കെ ഉന്നയിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഓരോ ചെറിയ പിക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ചില വിമർശനങ്ങളൊക്കെ നിലകളിൽ ഉന്നയിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പൊ ആ വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ച് 3ാം പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി കുഴലോത്ത് പാടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടു. അപ്പോ അവരെ അത് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വിവാദം ഉണ്ടാക്കുക, പരസ്യ പ്രസ്താവന നടത്തുക, ആ നിലയിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഉൾക്കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ വി ടി ബൽറാം, ഇനി ഈ PK ശശി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ 2 അഭിപ്രായം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ PK ശശിയെ VK ശ്രീകണ്ഠൻ MP അടക്കം സ്വാഗതം ചെയ്യുമ്പോൾ അതേ അഭിപ്രായമല്ല പാർട്ടിയിലെ മറ്റു ചിലർക്ക്. ആ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ ഈ PK ശശിയെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ UDF ഒരുക്കമാണ്, കോൺഗ്രസ് ഒരുക്കമാണ്, അങ്ങനെയാണോ അങ്ങയുടെ നിലപാട്? ഇല്ല, PK ശശി ഇപ്പോഴും CPM ഭാഗമായിട്ട് നിൽക്കുകയല്ലേ. അദ്ദേഹം KTDCയുടെ ചെയർമാനാണ്, CITUവിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. സത്യത്തിൽ അതാണ് അത്ഭുതം തോന്നുന്നത്. ഇപ്പോൾ അൻവറിനെതിരെ ഇതേപോലെ കൈവെട്ടും തലവെട്ടും ചാലിയാർ പുഴയിലെറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യ വിളികളുമായിട്ട് CPM അണികൾ തെരുവിലിറങ്ങിയിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകനായിട്ടുള്ള ദാവൂദിനെതിരെ ഇതേപോലെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് അണികൾ തെരുവിലിറങ്ങിയിരുന്നു. ഇവിടെ മണ്ണാർക്കാട് എത്തുമ്പോൾ PK ശശിക്കെതിരെയും കഴിഞ്ഞ ദിവസം നടന്നത് ആ നിലയിലുള്ള പരസ്യമായിട്ടുള്ള ഒരു കൊലവിളി പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും ആ നിലയിലുള്ള മുദ്രാവാക്യങ്ങളുമാണ്. അവിടെയാണെങ്കിൽ ചാലിയാർ പുഴയിലാണെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കുന്തിപ്പുഴയായി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കൈവെട്ടും അത് പ്രസംഗം, അതിൽ മുദ്രാവാക്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലായിരുന്നു. കയ്യും വെട്ടും തലയും വെട്ടും, ഞങ്ങൾക്ക് അരിവാളുണ്ട്, അരിവാൾ കൊണ്ട് ഇങ്ങനെ ഉപയോഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളെ തള്ളി പറയുമ്പോഴും അവരുടെ അണികൾ അത് ഉൾക്കൊള്ളുന്നില്ല എന്നും അവർ വീണ്ടും വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലും വ്യത്യാസം ഞാൻ കാണുന്നത്, ഇപ്പോ അൻവറിനെതിരെ അങ്ങനെ നിലമ്പൂരിലും വണ്ടൂരിലും ഒക്കെ മുദ്രാവാക്യം അന്ന് വിളിച്ചത് അൻവർ പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തതിന് ശേഷമാണ്. അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ്. ഇവിടെ ഇപ്പോഴും PK ശശി CPM ഭാഗമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. CPM നൽകിയ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉത്തരവാദിത്തം അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയിലും പുറത്താക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം സംഘടനാപരമായിട്ടുള്ള നടപടിയൊക്കെ നേരിടുന്നുണ്ടോ തോന്നുന്നു തനതായത്തിലോട്ടെ. പക്ഷെ ഇപ്പോഴും അദ്ദേഹം CITUവിന്റെ നേതാവായിട്ട് തുടരുകയാണ്, CPM അംഗമായിട്ട് തുടരുകയാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ പോലും ആർഷോയുടെ ഒക്കെ നേതൃത്വത്തിൽ കൊലവിളി പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് PK ശശി ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി കടന്നു വരികയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പരിശോധിക്കും. ഏതായാലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. PK ശശി നിലപാട് വ്യക്തമാക്കട്ടെ. അടിസ്ഥാനപരമായിട്ട് PK ശശി എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തിയാൽ UDFുമായിട്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ശരിയായ രീതിയായിട്ട് ഞങ്ങൾ കാണുന്നത്. UDFന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി വ്യക്തികളായാലും സംഘടനകളായാലും ഇപ്പോൾ LDF ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായാലും അവർ നിലപാട് വ്യക്തമാക്കി അവർ നിലവിലുള്ള സംവിധാനത്തിൽ തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തും. അതുവരെ മറ്റു തരത്തിലുള്ള ഊഹാപോഹങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ.
ഓക്കെ, ശ്രീ വി ടി ബൽറാം, നമ്മളിപ്പോൾ ഇത്രയും നേരം ഈ രാഷ്ട്രീയം സംസാരിക്കുന്നു, പക്ഷേ നമ്മുടെ സമൂഹം നേരിടുന്ന കുറച്ച് പ്രതിസന്ധികളുണ്ട് ശ്രീ വി ടി ബൽറാം. ഒന്നാമത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. ഒരു വിവാദം കഴിഞ്ഞപ്പോൾ അടുത്തത് പാദപൂജ വിവാദമാണ്. ഇപ്പോൾ ഈ ഒരു വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം യൂണിവേഴ്സിറ്റികളിൽ ഭാരതാംബ വിവാദം, ഈ പറഞ്ഞ പോലെ പാദപൂജ വിവാദം, അങ്ങനെ നമ്മൾ ഇത്രയും കാലം കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലുള്ള വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ രൂക്ഷമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം സർവകലാശാലയൊക്കെ തെരുവ് യുദ്ധം രീതിയിലേക്കൊക്കെ പോകുന്നതോടെ അവിടെ ഫയൽ നീക്കം അടക്കം പ്രതിസന്ധിയിലാക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇന്നും ഇപ്പോൾ പ്രതിഷേധമൊക്കെ അവിടേക്ക് ഉണ്ടാകും എന്ന രീതിയിൽ പോലീസ് സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ എന്താണ് ഈ സമീപകാലത്തായി നടന്നു വരുന്നത് ശ്രീ വി ടി ബൽറാം? വിദ്യാഭ്യാസ മേഖലയിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെക്കാൾ ഗുരുതരമായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, വിദ്യാർത്ഥികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന മറ്റു വിഷയങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കീമിന്റെ പരീക്ഷയുടെ വിഷയം നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര അലംഭാവത്തോടു കൂടിയാണ്, എത്ര അലസ മനോഭാവത്തോടു കൂടിയാണ് ഒരു ഗവൺമെന്റ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോസ്പെക്ടസ് ഇറക്കുന്ന വേളയിലാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കേണ്ടത്. ആ പ്രോസ്പെക്ടസ് ഇറക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ പരീക്ഷ പ്രിപ്പയർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി, വെയിറ്റേജ് മാറ്റം വരുത്തി, റാങ്ക് ലിസ്റ്റ് മുഴുവൻ അട്ടിമറിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര നിരുത്തരവാദമായിട്ടുള്ള സമീപനമാണ്. അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നത്. മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലുള്ള ഇതിപ്പോ സർക്കാർ പറയുന്നത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ അവർ കഴിഞ്ഞ കുറച്ച് നാളമായിട്ട് അവര് അനീതി നേരിടുന്നുണ്ടായിരുന്നു, ആ അനീതിക്കെതിരെ നടത്തിയ നീക്കമെന്നാണ്. അതെ, അത് തന്നെ പറയുന്നത്. ഇത് ഇന്നലെ ഉണ്ടായ അനീതി അല്ലല്ലോ. അടുത്ത വർഷം തൊട്ട് അത് നടപ്പാക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അത് ചെയ്യാമല്ലോ. കാരണം ഒരു വെയിറ്റേജിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പ്രിപ്പറേഷൻ ഘട്ടം തൊട്ട് തന്നെ അതിനനുസരിച്ചമായിട്ട് അവർക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം വിഷയങ്ങൾക്ക് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, എവിടെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മുടെ കുട്ടികൾ. ഇതുപോലുള്ള വളരെ കർശനമായിട്ടുള്ള കനത്ത മത്സരമാണല്ലോ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷന്റെ സമയത്താണ് അത് ചെയ്യേണ്ടത്. അടുത്ത വർഷം തൊട്ട് അത് വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നുള്ളൂ. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിരോധമില്ല. അങ്ങനെ ഗവൺമെന്റ് ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റ് സിലബസുകാർക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ വെൽക്കം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇതൊരു പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ആദ്യം പോയി ആ റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അത് നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. നിരവധി കുടുംബങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടുന്ന ഒരു വിഷയമാണ്. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കി കാണേണ്ടത്. ഇത് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ ഈ SFIയും അല്ലെങ്കിൽ സർക്കാരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ടും ഗവർണറും BJP ഒക്കെ മറുഭാഗത്ത് നിന്നുകൊണ്ടും നടത്തുന്ന തെരുവ് യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ പോരാട്ടം, ഇതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇതും ഒരു പ്രശ്നമാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ് വാദത്തിന് വേണ്ടി. ഗവർണർ ചെയ്യുന്ന ഒരു കാര്യത്തോടും എനിക്ക് യോജിപ്പില്ല. രാജ്ഭവനെ RSSന്റെ ഒരു കാര്യാലയമാക്കാനോ RSS അജണ്ടകളെ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താനുള്ള ഒരു താവളമായി രാജ്ഭവനെ ഉപയോഗിക്കുന്നതോ ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നു, ഇപ്പോൾ ഇയാളും തുടരുകയാണ്. RSSന്റെ നോമിനികളാണല്ലോ ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. ഇന്നലെ അദ്ദേഹം നടത്തിയ പരാമർശം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. കാരണം ഇപ്പം ഭാരതാംബ വിവാദം അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഈ സർവകലാശാല ഈ കലാപഭൂമിയായിട്ട് നടക്കുന്നതുമൊക്കെ. പക്ഷേ അതിനുശേഷം ഈ പാദപൂജ വന്നപ്പോൾ ഇന്നലെ ഈ രാജേന്ദ്ര അർലേക്കർ പറയുന്നത് പാദപൂജ ഇന്ത്യൻ സംസ്കാരമാണെന്നും അതറിയാത്തവർ ഈ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും ഒക്കെയാണ്. ഒരു ഗവർണർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്താൻ കഴിയുക എന്നുള്ള ഒരു ആശങ്കയാണ് ശ്രീ വി ടി ബൽറാം. ഈ സംസ്കാരം എന്ന് പറയുന്ന വാക്കിനെ തന്നെ നമ്മൾ വേറെ രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. ഈ പാരമ്പര്യം മുഴുവൻ സംസ്കാരമാവണമെന്നില്ല. സംസ്കാരം എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട്. അത് സംസ്കരിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുക. അല്ലെങ്കിൽ ഏതോ ആയിരക്കണക്കിന് വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷം മുമ്പ് എന്തിനു വേണം 50 വർഷം മുമ്പുള്ള കാര്യത്തെ പോലെ ഇന്നും അതേപടി തുടരുന്നതിനെ നമ്മൾ സംസ്കാരത്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ നാടിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ചർച്ചയിലേക്ക് ഞാൻ പറയാൻ വന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ഗവർണറും RSS ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പുറം ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിലെ പല സർവകലാശാലകളിലും ഇന്ന് വൈസ് ചാൻസലർമാരില്ല. കേരളത്തിൽ 60ഓളം സർക്കാർ കോളേജുകളിൽ ഇന്ന് പ്രിൻസിപ്പൽമാരില്ല. നിരവധി അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലടക്കം സീറ്റുകൾ 30%, 40% ഒഴിഞ്ഞുകിടക്കുകയാണ്. നമ്മുടെ കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരു ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്ന നിലയിൽ പലായനം ചെയ്യുകയാണ്.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കുന്ന തരത്തിൽ കേരളത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള നാളിതുവരെയുള്ള നമ്മുടെ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള അരാജകത്വം നടമാടുകയാണ് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് രക്ഷിതാക്കളും കുട്ടികളും മറ്റ് ഓപ്ഷൻസ് തേടി പോകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒന്നാമത്തെ ഒരു അക്കാഡമിക് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരണം. അതിന് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം. രാഷ്ട്രീയമായിട്ടുള്ള ഇതുപോലുള്ള കടന്നുകയറ്റങ്ങളും വർഗീയതയുടെ പിന്നാമ്പുറങ്ങളിലൂടെയുള്ള കടന്നുവരവും ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ ചെറുക്കണം. മതനിരപേക്ഷ സ്വഭാവം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. എന്താണ് നാടിനെ മുന്നോട്ട് നയിക്കുന്ന സംസ്കാരം എന്നതിനെ കുറിച്ചുള്ള അക്കാഡമിക് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുകയും നല്ല സംസ്കാരത്തെ, അത് പണ്ടത്തെ ആയാലും ശരി, ഇപ്പോഴത്തെ ആയാലും ശരി, ഇനി നാളത്തെ ആയാലും ശരി, നമ്മൾ കൈനീട്ടി സ്വീകരിക്കണം. കാലഹരണപ്പെട്ട ആശയങ്ങളെയും കാലഹരണപ്പെട്ട അത്തരത്തിലുള്ള പാരമ്പര്യങ്ങളെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീകാത്മകതകളെയും തള്ളിക്കളയാനും ഉള്ള ആർജവം സമൂഹം എന്ന നിലയിൽ നമുക്ക് കാണിക്കാൻ സാധിക്കണം. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയുടെയും സ്ഥിതി. ഇപ്പൊ കേരള ആരോഗ്യ മാതൃക എന്ന് പറയുന്നത് നമ്മളൊക്കെ അഭിമാനിക്കുന്ന ആളുകളാണ്. ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി സർക്കാരുകളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ പല കാര്യങ്ങളും അവകാശപ്പെടാൻ സാധിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെയും കാലത്താണ് എന്നുള്ളത് ആർക്കും തർക്കിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ പരമ്പരാഗതമായ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിൻ നടക്കുക എന്നതല്ലാതെ ഇന്നത്തെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അതിന്റെ പരിഹാരം എങ്ങനെ നടത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച പോലും അനുവദിക്കാത്ത അവസ്ഥയിൽ അങ്ങേയറ്റം അസഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ നേരിടുന്ന ഒരു മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ രംഗം ഉത്തർപ്രദേശിനേക്കാൾ മെച്ചമാണ്, ബീഹാറിനേക്കാൾ മെച്ചമാണ്, ജാർഖണ്ഡിനേക്കാൾ ഭേദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ മെഡിക്കൽ കോളേജുകളിൽ പ്രശ്നം നിലനിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായിട്ട് താലൂക്ക് ആശുപത്രികളിൽ ഞങ്ങളുടെ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് സന്ദർശിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും ഈ ഫിസിഷ്യൻ ഡോക്ടർമാർ പോലുമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ENT ഡോക്ടർമാരില്ല, അതുപോലെ തന്നെ ഓർത്തോ ഡോക്ടർമാരില്ല. പല താലൂക്ക് ആശുപത്രികളിലും പല സ്ഥലങ്ങളിലും ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നില്ല. ഉള്ള സ്ഥലത്ത് തന്നെ 1 മെഷീൻ 2 മെഷീനൊക്കെ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. മരുന്നുകളില്ല. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്നുകളും സെറം പോലും പല ആശുപത്രികളിലും ഇല്ല. പറയുന്ന സമയത്തും ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾ, വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാരടക്കം സമരരംഗത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ വളരെയധികം നന്ദി ശ്രീ VT ബൽറാം, നമുക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. രാവിലെ തന്നെ നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചുള്ള സന്തോഷമുണ്ട്. ന്യൂസ് മലയാളത്തിന് എല്ലാവിധത്തിലും ആശംസകൾ നേരുന്നു. നല്ലൊരു ചാനലായിട്ട് നിങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്ന് കാണുമ്പോഴുള്ള സന്തോഷം. മാധ്യമ സ്വാതന്ത്ര്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നേരിന്റെ ഒപ്പം നിൽക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന ഒരു വേദിയായിട്ട് ന്യൂസ് മലയാളം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്.